ചങ്ങാതി നമസ്കാരമുണ്ട്. ഒന്നുമില്ല, ഒരു പുതിയ മാറ്റർ കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. എൻ്റെ മൻ കി ബാത്താണ്. ഇപ്പോൾ രാഹുൽജി ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടോ കർണാടകയിൽ പോയിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു വൻ സംഭവം, അറ്റോമിക് ബോംബ് എന്നൊക്കെയാണ് പറയുന്നത്, പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഡെമോക്രസി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കൺവെൻഷൻ നടത്തി കുറേ ആൾക്കാർക്ക് അത് ബോധിപ്പിച്ചു കൊടുക്കണം, തെളിവുകൾ സഹിതം ബോധിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ അപ്പം തന്നെ പറഞ്ഞു അത് കംപ്ലയിൻ്റ് എഴുതി തരാൻ, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ, തെളിവുകളടക്കം എഴുതി തരാൻ പറഞ്ഞു. അത് അവർ നോക്കിക്കോളും. പക്ഷെ അതല്ല, ഈ ഡെമോക്രസി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടാണ് അയാളത് പ്രചരിപ്പിക്കുന്നത്. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയും ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചിട്ട് എന്നിട്ടാണ് അവർ ആ പദവിയിലിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പ്രധാനമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയും ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അപ്പം അവരെ അപമാനിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അപമാനിക്കണേന് അതിന് വാല്യൂ ഒന്നുമില്ലേ? ഈ പ്രധാനമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയും അങ്ങോട്ട് അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് ഒരു രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്താ നിയമവാഴ്ചയൊന്നുമില്ലേ? ഒരു തെളിവുമില്ലാതെ ഡെമോക്രസി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ രാജ്യത്തെ എൻ്റെ പ്രധാനമന്ത്രിനെയും എൻ്റെ ആഭ്യന്തരമന്ത്രിനെയാണ് ഇയാൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് അയാൾക്ക് അനുവാദം കൊടുത്തത്? അതും കോടതിയുടെ ജാമ്യത്തിൽ. ഇവരൊക്കെ കോടതിയുടെ ദാക്ഷിണ്യം കൊണ്ട് എന്താ പറയുക, പുറത്തിറങ്ങി നടക്കുന്നവരാണ്. അത്രയും അഴിമതി ചെയ്തിട്ട് അതിനെതിരെ തെളിവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ജാമ്യം തേടി നടക്കുന്ന ആൾക്കാരാണ് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ഇന്ത്യ മുന്നണിയിലെ ഒരുപാട് ആൾക്കാർ. എന്നിട്ട് ഈ അമിത്ഷാജിക്കെതിരെയും അല്ലെങ്കിൽ മോദിജിക്കെതിരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി വിടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടീൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ മോദി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വോട്ട് കൊടുത്തിട്ടുള്ള ജനങ്ങളെന്ന നിലയ്ക്ക് ഇതിനൊക്കെതിരെ പരാതിപ്പെട്ടുകൂടെ? എനിക്കറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. അതിനെതിരെ അവനെത്ര സിമ്പിളായിട്ടാണ് ഈ കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണേ. അതിലെത്രത്തോളം സത്യമുണ്ട്, അതിലെത്രത്തോളം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അത് അറിയാനിപ്പോൾ ഒരു സാധാരണക്കാരന് കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് നോക്കിക്കോളും. പക്ഷെ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ ആർക്കാ പറ്റുക? എത്ര സാധാരണക്കാരാണ് ഇവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഡെമോക്രസി ഡിസ്ട്രോയിഡ്, ജനാധിപത്യം നശിപ്പിച്ചു എന്നാണ് പറയണത്. ആര് നശിപ്പിച്ചു? ജനാധിപത്യം ഇവിടെ നശിപ്പിച്ചത് ഇന്ദിരാഗാന്ധി മാത്രമേ ഉള്ളൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിച്ച് തുടങ്ങാം. ഇതൊന്നും ഒരിക്കലും എന്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് അനുവദനീയമായിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അനുവദിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയും പരസ്യമായിട്ട് അങ്ങ് അപമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നോക്കാം. അതുവരെ അത് ഒരിക്കലും അനുവദനീയമല്ല. ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, ഹര ഹർ മഹാദേവ്. വേറെ ഒന്നും പറയാല്ല.